ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്, നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡാവുന്നതായിരിക്കും. ആഡായതിനു ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു ഫുൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ ബീറ്റ് മാർക്കിലോട്ട് വരും. വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിം ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു യൂസർ നെയിം എന്നുള്ള സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എൻ്റെ മേളിൽ കിടക്കുന്ന ഈ ഒരു ടെസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ യൂസർ നെയിം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ശേഷം രണ്ടാമത്തെ ബീറ്റ് മാർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ബീറ്റ് മാർക്ക് ഇത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷം മൂന്നാമത്തെ ബീറ്റ് മാർക്കിലോട്ട് വരിക. അവിടെ നിങ്ങൾക്ക് യൂസർ ഐ ഡി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു യൂസർ ഐ ഡി സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് താഴെ കാണുന്ന ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. പക്ഷേ എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കിടക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ആദ്യം കിടക്കുന്ന ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ടെസ്റ്റ് സെലക്ട് ചെയ്യും. പക്ഷേ എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യും. ഇവിടെ നിങ്ങളുടെ നിക്ക് നെയിം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ഒരു ഗ്രൂപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അല്ല സെക്കൻഡിലും 29 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം ആ ഒരു യൂസർ ഐ ഡി വീണ്ടും സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിന്റെ ഡ്യൂറേഷൻ കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് അവസാനം വരെ ആക്കണം. അതിന് രണ്ടാമത്തെ ഗ്രൂപ്പ് അവിടുന്ന് സെലക്ട് ചെയ്ത ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾ അവസാനം വരെ വെച്ച് കൊടുക്കുക. അവസാനം വരെ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ഇതേപോലെ അവസാനം വരെ വെച്ച് കൊടുക്കുക. ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വരിക. അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. 6 സെക്കൻഡിലും 12 മില്ലി സെക്കൻഡിലും വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. ശേഷം മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നമ്മളിവിടെ ആഡ് ചെയ്യേണ്ട ഇമേജ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടാണ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു സ്ക്രീൻഷോട്ട് എന്നുള്ള ഫോൾഡർ സെലക്ട് ചെയ്യും. ശേഷം ആ ഒരു പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു പ്രൊഫൈൽ ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. ശേഷം മുകളിൽ കാണുന്ന ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മുകളിലായിട്ട് DP പിക്ക് ആടെന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുന്ന് ഈ റൗണ്ട് ഷേപ്പിന്റെ അവസാനം വരെ ആക്കണം ഈ ഒരു ഇമേജ്. അതിന് റൗണ്ട് ഷേപ്പ് എവിടം വരെ ഉണ്ടോ അവിടം വരെ വരിക. വന്നതിന് ശേഷം ആ ഒരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം ഒരു മൂന്നാമത്തെ കട്ടിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബോക്സിൽ ആ റൗണ്ട് ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് രണ്ട് പേര് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ആദ്യത്തെ ഒരു പേര് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലായിട്ടൊരു പേര് കാണാൻ വേണ്ടി സാധിക്കും. ഒരു പേര് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ നിക്ക് നെയിം കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം ഇവിടുന്ന് ബാക്ക് വരിക. ഇത്രയും മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ 2 ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. 8 സെക്കൻഡിലും 23 മില്ലി സെക്കൻഡിലും വരുമ്പോൾ അവിടെ 2 ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അവിടുന്ന് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക.
എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടുന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ശേഷം ആ ടെംപ്ലേറ്റ് വീഡിയോ എവിടം വരെ ഉണ്ട് അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇത് മൂന്നാമത്തെ കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ടെംപ്ലേറ്റ് വീഡിയോയുടെ താഴെയായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ആ ടെംപ്ലേറ്റ് വീഡിയോ അവിടെ സെലക്ട് ചെയ്യും. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. പക്ഷേ ഇത് ഇതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ഇല്ലേ, അത് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് തലയിൽ വരുന്ന പോലെ ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹ്യൂ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. പക്ഷേ ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജിനനുസരിച്ചുള്ള ഒരു കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കളർ കൊടുത്തതിന് ശേഷം ബാക്ക് വരിക. വരുമ്പോൾ ആ ഒരു എഫക്റ്റ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിലും നമുക്ക് ഇമേജ് ആഡ് ചെയ്യും. അതിനായി 10 സെക്കൻഡിലും 4 മില്ലി സെക്കൻഡിലും വന്നതിന് ശേഷം അവിടുന്ന് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. പക്ഷേ എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അവിടെ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുഖാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം ആ ടെംപ്ലേറ്റ് വീഡിയോ എവിടം വരെ ഉണ്ടോ അവിടം വരെ വരിക. വന്നതിന് ശേഷം ഒരു ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു മൂന്നാമത്തെ കട്ടിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അത്ര ഫാർ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത ടെംപ്ലേറ്റ് വീഡിയോക്ക് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഹാർട്ടിന്റെ ഷേപ്പ് ആ ഒരു തലയിൽ കറക്റ്റായിട്ട് വരുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഹ്യൂ ഷിഫ്റ്റ് എന്നുള്ള ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇമേജിലുള്ള ആ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വരുമ്പോൾ അവിടെ ആ ഒരു എഫക്റ്റ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ 2 ഇമേജിലും ആ ഒരു എഫക്റ്റ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം നിങ്ങൾ 11 സെക്കൻഡിലും 5 മില്ലി സെക്കൻഡിലും വരിക. അവിടെ വന്നതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാർ ആയിക്കെ സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ശേഷം റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ 5 ഗ്രൂപ്പ് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് ആദ്യത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം മുകളിൽ കാണുന്ന ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം ഈ റെക്ടാങ്കിൾ ഷേപ്പിന്റെ അവസാനം വരെ ആക്കണം നമുക്ക് ഈ ഒരു ഇമേജ്. പിന്നെ അവസാനം വന്നതിന് ശേഷം ആ ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവസാനം വരെ ആവുന്നതായിരിക്കും. അതിന് ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ റെക്ടാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജ് അവിടുന്ന് സെലക്ട് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ സെർച്ച് ആക്കി സെലക്ട് ചെയ്തുകൊണ്ട് TI എന്ന് സെർച്ച് ചെയ്യുക. അതൊക്കെ ടൈൽസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഒരു എഫക്റ്റ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യും. ശേഷം മിറർ അവിടെ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഇതേപോലെ നിങ്ങൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. സൂം ഔട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് ആദ്യത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഡ്രാഗ് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം അവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം രണ്ടാമത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം എഡിറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും, മീഡിയ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യും. ശേഷം ഈ റെക്ടാങ്കിൾ ഷേപ്പിന്റെ അവസാനം വരെ നമുക്ക് ആക്കണം ഈ ഒരു ഇമേജ്, അതിന് അവസാനം വരിക. പക്ഷെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടം വരെ ആവുന്നതായിരിക്കും. ആയതിനു ശേഷം ആ ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ റെക്ടാങ്കിൾ ഷേപ്പിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷം അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ടൈൽസ് എഫക്റ്റ് എടുത്തോട്ട് നിങ്ങൾക്ക് അവിടെ ടൈൽസ് എഫക്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ടൈൽസ് എഫക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം ഈ ഒരു മിറർ ഓൺ ചെയ്ത് കൊടുക്കും. ശേഷം അവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫർ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മൂന്നാമത്തെ സ്കെയിലിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം ഇതേപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. സൂം ഔട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡ് ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത ഒരു ഫേസ് കാണത്തക്ക വിധം ഈ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ശേഷം ഇവിടുത്തെ ബാക്ക് വരിക. വരുമ്പോൾ നിങ്ങൾക്ക് അവിടെയും ആ ഒരു ഇമേജ് ആഡായത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാക്കിയുള്ള 3 ഗ്രൂപ്പിലും നിങ്ങൾ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരിക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും.
സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുകളിൽ കാണുന്ന ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.